Module 1 Introduction to Management. Here we are going to discuss the contributions of F.W. Taylor and Henry Fayol. F.W. Taylor, that is during 1856 and 1915, and Frederick Winston Taylor was the first person who insisted on the introduction of scientific methods in management. Then he launched a new movement in 1910, which is known as scientific management. അപ്പോൾ F.W. ടൈലർ അദ്ദേഹം ജീവിച്ചിരുന്നത് 1856 to 1915 വരെയാണ്. F.W. ടൈലറിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അത് ലോഞ്ച് ചെയ്തത് 1910-ലാണ്. അതിൽ സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് മാനേജ്മെൻറ്റിൽ എങ്ങനെ സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. Then Taylor is known as the father of scientific management. Scientific management can be studied in two parts, that is elements and tools of scientific management and principles of scientific management. ടൈലറിനെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ രണ്ട് പാർട്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എലമെൻറ്റ്സ് ആൻഡ് ടൂൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നും നെക്സ്റ്റ് വൺ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അങ്ങനെ രണ്ട് പാർട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ദെൻ അതിൽ ഫസ്റ്റ് വൺ ആണ് എലമെൻറ്റ്സ് ആൻഡ് ടൂൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അതിൽ പല കാറ്റഗറൈസേഷൻ ഉണ്ട്. സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ്, വർക്ക് സ്റ്റഡി, ദെൻ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, പിന്നെ വരുന്നത് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്, ഡിഫറൻഷ്യൽ പീസ് വേജ് പ്ലാൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് ഫങ്ഷണൽ ഫോമാൻഷിപ്പ്, മെൻ്റൽ റെവല്യൂഷൻ. ഇങ്ങനെ 7 പോയിൻറ്റ്സ് ആയിട്ടാണ് അതിന് ആ ഒരു പോയിൻറ്റിന് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ എലമെൻറ്റ്സ് ആൻഡ് ടൂൾസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ തിരിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ്. It is essential to set the standard task which an average worker should do in a working day. Taylor called it as a fair day's work. അതായത് ഒരു ആവറേജ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കർ അയാളുടെ ഒരു ആവറേജ് ഒരു ഡേയിൽ അയാൾ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് ആ ഒരു സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൽ വരുന്നത്. ഓക്കെ, അതിന് ടൈലർ വിളിക്കുന്നത് എ ഫെയർ ഡേയ്സ് വർക്ക് എന്നാണ്. ഒരു ഡേയിൽ ഒരു നോർമൽ പേഴ്സൺ, ഒരു ആവറേജ് വർക്കിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് വർക്കിനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വർക്ക് സ്റ്റഡി. വർക്ക് സ്റ്റഡി ഇംപ്ലൈസ് അനാലിസിസ് ഓഫ് ദ വർക്ക് ടു ബി പെർഫോംഡ് ബൈ എലിമിനേറ്റിംഗ് അൺനെസസറി ഓപ്പറേഷൻസ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് ദ ക്വിക്കർ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ വർക്ക് സ്റ്റഡിയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വർക്കാണ്. അവിടെ അൺനെസസറി വർക്കുകൾ, അനാവശ്യമായ വർക്കുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആ വർക്കിനെ എത്രത്തോളം ക്വിക്കറായിട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടും ചെയ്തെടുക്കാം എന്നുള്ളതാണ് വർക്ക് സ്റ്റഡിയിൽ മെയിനായിട്ട് പറയുന്നത്. ഇറ്റ് എലിമിനേറ്റ്സ് വേസ്റ്റ്ഫുൾ ആൻഡ് അൺനെസസറി ഓപ്പറേഷൻസ്, റെഡ്യൂസസ് എഫേർട്സ് ആൻഡ് ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി. ദെൻ ഇതിലൂടെ അൺനെസസറി ഓപ്പറേഷൻസ്, ആവശ്യമില്ലാത്ത വർക്കുകളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആ ഒരു ടൈം വേസ്റ്റേജും എല്ലാം കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ എഫേർട്ട്, അനാവശ്യമായിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത നമ്മളുടെ വർക്കിലേക്ക് അഡ്വാൻറ്റേജ് ഇല്ലാത്ത ഒരു കാര്യം ചെയ്ത് നമ്മളുടെ എഫേർട്ടും അതുപോലെ തന്നെ ടൈമും വേസ്റ്റ് ചെയ്യുന്നത് ഇത് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള ഓപ്പറേഷൻസ് മാത്രമാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഒരു ടൈമിനുള്ളിൽ, ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഈ പറയുന്ന അൺനെസസറി മൂവ്മെൻറ്റ്സ് ഒഴിവാക്കിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് മാത്രം വരുമ്പോൾ അവിടെ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, നമ്മളുടെ ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ വർക്ക് സ്റ്റഡി ഇൻക്ലൂഡ്സ് ഫോളോയിങ് ടെക്നിക്സ്. വർക്ക് സ്റ്റഡിയിൽ വരുന്ന താഴെ പറയുന്ന ടെക്നിക്കുകളാണ് നമ്മൾ വർക്ക് സ്റ്റഡിയിൽ മാത്രം യൂസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് വരുന്നത് മെത്തേഡ് സ്റ്റഡി, ദെൻ മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി ആൻഡ് ഫാറ്റിക് സ്റ്റഡി. ഇതിൽ മെത്തേഡ് സ്റ്റഡിയാണ് ആദ്യം പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ മെത്തേഡ്, ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സ്റ്റഡി ഈസ് കണ്ടക്റ്റഡ് ടു നോ ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് വർക്കാണോ ചെയ്തെടുക്കേണ്ടത് ആ ഒരു വർക്ക് ചെയ്യുന്നതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റഡി നമ്മൾ പറയുന്നത്. ഇറ്റ് ബ്രിങ്സ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഹാൻഡ്ലിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, ഇൻസ്പെക്ഷൻ ആൻഡ് സോർട്ടിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഗുഡ്സ്. നമ്മളുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസും ഗുഡ്സും ഹാൻഡിൽ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു സ്ഥലത്തു നിന്നും നമ്മുടെ യൂണിറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ അതിൽ ചെക്ക് ചെയ്യുന്നതും സോർട്ട് ചെയ്യുന്നതും ഓരോ മെറ്റീരിയൽസും സോർട്ട് ചെയ്തെടുക്കുന്നതിലും എല്ലാമുള്ള ആ ഒരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ട് അൺനെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒഴിവാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മോഷൻ സ്റ്റഡി. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എ മെഷീൻ ഓർ എ മെഷീൻ ഓപ്പറേറ്റർ.
മോഷൻ എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ്സ്. ഓക്കെ, മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഈ പറയുന്ന മോഷൻ സ്റ്റഡി. അവിടെ ഒരു വർക്ക് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ, അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ മെഷീൻ ഓപ്പറേറ്റർ ആളുടെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് പേർപ്പസ് ഇസ് ടു എലിമിനേറ്റ് യൂസ്ലെസ് മോഷൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഇവിടെയും നമ്മൾ പറയുന്നത് അൺനെസസറി മൂവ്മെൻറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് വേ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ഈ മോഷൻ സ്റ്റഡിയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ മെത്തേഡ് സ്റ്റഡിയിൽ നമ്മൾ അൺനെസസറി മോഷൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അൺനെസറി ആയിട്ടുള്ള ടൈമും കാര്യങ്ങളും അവോയ്ഡ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ മോഷൻ സ്റ്റഡിയിൽ വരുമ്പോൾ അൺനെസസറി മൂവ്മെൻറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് ഇൻ കേസ് ഓഫ് മെഷീൻ ആൻഡ് മെഷീൻ ഓപ്പറേറ്റർ ഓൾസോ. അപ്പോൾ ഒരു പോർഷനിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള അനാവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നമ്മളുടെ ഒരു പർട്ടിക്കുലർ ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് മോഷൻ സ്റ്റഡിയിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ടൈം സ്റ്റഡി. ദിസ് ഇസ് ആൻ art of observing and recording the time required to do an industrial operation. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് ഔട്ട്പുട്ടായിട്ട് പുറത്ത് വരും, അതായത് ഇൻപുട്ട് നമ്മൾ ഒരു മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അത് ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് ഒരു ഔട്ട്പുട്ടായിട്ട് ഒരു പ്രൊഡക്റ്റായിട്ട് പുറത്തേക്ക് വരുന്ന ആ ടൈമിൽ നമുക്ക് എടുക്കുന്ന എത്ര ടൈമാണത് ഫസ്റ്റ് ആ ഒരു സ്റ്റേജിൽ നിന്നും ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുമ്പോൾ എടുക്കുന്ന ടൈമാണ് ഇവിടെ മെയിനായിട്ട് ഒബ്സർവ് ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. Then it helps in fixing the standard time required to do a particular job. ഒരു പർട്ടിക്കുലർ കാര്യം, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞു, അത് ഒരു മെറ്റീരിയലിൽ നിന്നും ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുമ്പോൾ എത്ര ടൈമാണ് നമുക്കൊരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലാഗ് ഇല്ലാതെ മറ്റുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ടൈമിനെ വെച്ചുകൊണ്ട് മറ്റുള്ള പ്രൊഡക്ഷൻ ടൈം നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ ഇനി വരുന്ന ഇപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം ഒരു 1 hour ഒരു പ്രൊഡക്റ്റ് ഫുൾ ഫിനിഷായിട്ട് പുറത്ത് വരാൻ ഒരു 1 hour എടുക്കും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക. എന്തെങ്കിലും വലിയൊരു പ്രൊഡക്റ്റ്, ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുക. സോ ഒരു 1 hourനുള്ളിൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് എത്തും എന്നുള്ളതൊന്ന് അസ്യൂം ചെയ്യാം. ദെൻ അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ടൈമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഈ പറയുന്ന 1 hour ആണ്. ദെൻ ഇനി നെക്സ്റ്റ് ഓരോ പ്രൊഡക്റ്റ് ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഈ 1 hour തന്നെ ആയിരിക്കണം എടുക്കേണ്ടത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം അതാണ്. അതിൽ കുറവാകാം, പക്ഷേ അതിൽ കൂടുതലാവാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മളുടെ ഇനി ഫ്യൂച്ചറിൽ വരുന്ന പ്രൊഡക്ഷനെ കമ്പയർ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഈ ടൈം സ്റ്റഡിയിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫാറ്റിക് സ്റ്റഡി. ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്ഷീണം, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഫാറ്റീഗ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്ഷീണത്തിനെയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. It is a study relating to the physical or mental fatigue among the worker caused by long working hours without rest. റെസ്റ്റ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് വരുന്ന മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഫാറ്റിഗ്, അതിനെക്കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. ഇറ്റ്സ് പേർപ്പസ് ഇസ് ടു മെയിൻറ്റെയിൻ ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി ലോ ആയി പോവാതെ, അതായത് അവരുടെ ഓപ്പറേഷൻസ് അവർക്ക് കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു റെസ്റ്റിംഗ് പീരീഡും വേണം, അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സും അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് റെസ്റ്റിംഗ് ടൈമും അതുപോലെ തന്നെ വർക്ക് ടൈമും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വർക്ക് ചെയ്താൽ എത്ര റെസ്റ്റ് വേണം, അവരുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഒരു സിറ്റുവേഷനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ ടൈം കൂടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫാറ്റിക് സ്റ്റഡി നടത്തുന്നത്. ദെൻ ഇത്രയുമാണ് നമ്മുടെ വർക്ക് സ്റ്റഡി എന്നുള്ള ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. സ്റ്റാൻഡർഡൈസേഷൻ of tools and equipment was an important element of scientific management. Taylor wanted to use the best way of doing a work. Proper tools and equipments are essential for increasing the speed of work. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് പറഞ്ഞു, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സ്, അതിലെ മെത്തേഡ്, അതിൻ്റെ മൂവ്മെൻറ്റ്സ്, അതിന് വരുന്ന ടൈം, ദെൻ വർക്കേഴ്സിൻ്റെ ഫാറ്റീഗ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു. ഇനി ആ പ്രോഡക്റ്റ് ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ അതിന് നമ്മൾക്ക് ആവശ്യമുള്ള പ്രോപ്പർ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, അതിനെയാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ സ്പീഡ് കൂടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് ഫാസ്റ്റായിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അവിടെയുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അവർക്ക് വർക്ക് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. സോ അതാണ് മറ്റൊരു എലമെൻ്റായിട്ട് ടൈലർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. ഇവിടെ വർക്കേഴ്സിൻ്റെ സെലക്ഷനും ട്രെയിനിങ്ങും ആണ് പറയുന്നത്. ദാറ്റ് മീൻസ് എ വർക്കർ ഷുഡ് ബി സെലക്റ്റഡ് ബൈ കൺസിഡറിങ് ദെയർ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക്. Workers should be given proper training so that they can perform their jobs efficiently.
അപ്പോൾ ഇവിടെ ഒരു വർക്കറിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഒരു വർക്കിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ആളുടെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, വർക്കിനോടുള്ള ആളുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു പുതിയ വർക്കിലേക്ക് ഒരാൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് അതിനനുസരിച്ചുള്ള പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരാൾ സെലക്ട് ചെയ്യുമ്പോൾ ആളുടെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇത് രണ്ടുമാണ് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന എലമെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ്, ഡിഫറൻഷ്യൽ പീസ് വേജ് പ്ലാൻ. ഇത് അവരുടെ റെമ്യൂണറേഷനെ കുറിച്ചാണ് പറയുന്നത്. അണ്ടർ ദിസ് പ്ലാൻ ദർ ആർ ടു പീസ് വർക്ക് റേറ്റ്സ്. വൺ is lower and the other is higher. If a worker finishes a work within a standard time or produces more than standard output within the standard time, he will be given higher piece rate. ഇവിടെ രണ്ട് പീസ് റേറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. പീസ് വർക്ക് റേറ്റ്സ്, അതായത് ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ അവർക്ക് നമ്മൾക്ക് റെമ്യൂണറേഷൻ കൊടുക്കാം. ഫസ്റ്റ് വരുന്നത് ലോവർ ആൻഡ് ഹയർ റെമ്യൂണറേഷൻ. ലോവർ റെമ്യൂണറേഷൻ കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ഒരു വർക്കർ ഒരു ദിവസം ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഓർഗനൈസേഷനിൽ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ഔട്ട്പുട്ട് എന്ന് വിചാരിക്കുക. ദെൻ ആ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു വർക്കർ ഈ പറയുന്ന 100 യൂണിറ്റ്സിന് താഴെ, ഫോർ എക്സാമ്പിൾ ഒരു 95 യൂണിറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഒരു 90 യൂണിറ്റ്സ് ഒക്കെയാണ് ആൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആളെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ലോവർ റേറ്റിലായിരിക്കും. ആൾക്ക് സാധാരണ കൊടുക്കുന്ന റേറ്റിൻ്റെ ലോവർ റേറ്റ് ആയിരിക്കും കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുന്ന 100ൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ടെന്ന് വിചാരിക്കുക. ഒരു 150യോ 125 ഒക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് അവർക്ക് സാധാരണ കൊടുക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി കൂടിയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഇവിടെ ലാസ്റ്റ് പറയുന്നത് ലോവർ റേറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് എ വർക്കർ ഇസ് ബിലോ ദ സ്റ്റാൻഡേർഡ്, ഹി വിൽ ബി ഗിവൺ ലോവർ പീസ് റേറ്റ്. സ്റ്റാൻഡേർഡിലും കുറവാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലോവർ പീസ് റേറ്റ് ആയിരിക്കും അവർക്ക് കൊടുക്കുക. Then next വരുന്ന principle, introduction of functional foremanship. Functional foremanship is the extension of the principle of specialization to the sphere of management. According to Taylor, the two functions of planning and doing should be separated. Planning section should concentrate on planning the task and issuing instruction to the workers for implementing them. Taylor suggested 8 functional specialists. The first 4 attached with planning the work and the next 4 with doing the work. അപ്പോൾ ഇവിടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ഇതിൽ ടൈലർ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ സ്പെഷ്യലൈസേഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ പ്രിൻസിപ്പിളിൽ എന്താ പറയുന്നത്, ഒരു വർക്കർ ഏതെങ്കിലും ഒരു ടാസ്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ അല്ലെങ്കിൽ ആ ഒരു വർക്കിൽ ആൾ സ്പെഷ്യലിസ്റ്റ് ആവും. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്പെഷ്യലിസ്റ്റായി മാറും. അതിലൂടെ നമ്മളുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു കാര്യം ഫസ്റ്റ് ഒരു ടൈം ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കുറവായിരിക്കും. ദെൻ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ചെയ്ത് വരുമ്പോൾ ആളുടെ ആ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്പീഡ് കൂടും. ദെൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകും. അപ്പോൾ സ്പെഷ്യലൈസേഷൻ പ്രിൻസിപ്പിൾ അതാണ് പറയുന്നത്. ടൈലർ പറയുന്നത് ഇവിടെ നമ്മുടെ വർക്കേഴ്സിന്, പ്ലാനിങ് ചെയ്യുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വർക്കേഴ്സിനെയും രണ്ട് സെപ്പറേറ്റ് സെക്ഷനായിട്ട് കാണണമെന്നാണ് പറയുന്നത്. പ്ലാനിങ് ചെയ്യേണ്ടത് ഒരു ഭാഗത്ത് കുറച്ച് പേര് പ്ലാനിങ് സെക്ഷനും അതുപോലെ തന്നെ അവർ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും ഈ പറയുന്ന ഫസ്റ്റ് സെക്ഷനിലുള്ള ആൾക്കാരായിരിക്കും. ദെൻ നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നവരാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർ വർക്കേഴ്സ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടീമായിരിക്കും. ദെൻ ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വരുന്നത് ടൈലർ സജസ്റ്റഡ് 8 ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, ടോട്ടൽ 8 സ്പെഷ്യലിസ്റ്റുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 4 പേര് എന്ത് കാര്യമാണ്, 4 പേര് പ്ലാനിങ് സെക്ഷനാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് 4 സ്പെഷ്യലിസ്റ്റുകൾ ഡൂയിങ് ദ വർക്ക്, പ്രോപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ടാസ്കിനെ അവർ മാനേജ് ചെയ്യുക. ദെൻ ഫസ്റ്റ് വരുന്ന 8 പേര് പ്ലാനിങ് ഫംഗ്ഷനെ അല്ലെങ്കിൽ പ്ലാനിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യുക. അങ്ങനെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചുകൊണ്ട് അവരുടെ വർക്കിനെ സ്പെഷ്യലൈസ് ചെയ്യാനാണ് ഇവിടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് എലമെൻ്റ് ആണ് മെൻ്റൽ റെവല്യൂഷൻ. Taylor stood for creating a change in the mental attitude of workers and the management towards each other.
മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ വർക്കേഴ്സും മാനേജ്മെൻറ്റും തമ്മിലുള്ള അവരുടെ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് വർക്കേഴ്സിനെ ഒരു ചെറിയ താഴെ ലെവലുള്ളവരായിട്ടും മാനേജ്മെൻറ്റ് ടോപ്പ് ലെവലായിട്ടുമാണ് കാണുന്നത്. അങ്ങനെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു മെൻ്റലി അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യണം, രണ്ടുപേരും തമ്മിൽ കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് മെൻ്റൽ റെവല്യൂഷൻ എന്നുള്ള ഈ ഒരു എലമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. The feeling of suspicion between them had to be rooted off, and cooperation between management and workers was an essential aspect of the mental revolution. അപ്പോൾ മാനേജ്മെൻറ്റിന് നമ്മുടെ വർക്കേഴ്സിനോടുള്ളൊരു സസ്പീഷൻ അല്ലെങ്കിൽ ഒരു വിശ്വസ്തത കുറവ് അവിടെ മാറ്റിയെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റും വർക്കേഴ്സും കോർഡിനേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് മെൻ്റൽ റെവല്യൂഷൻ. മെൻ്റലി നമ്മൾ അങ്ങനെയുള്ളൊരു ഓൾഡ് ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് രണ്ട് ടീമും മാനേജ്മെൻറ്റും വർക്കറും കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് മെൻ്റൽ റെവല്യൂഷൻ ഫോക്കസ് ചെയ്യുന്ന മെയിനായിട്ട് വരുന്ന ഫീച്ചർ. ദെൻ നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇവിടെ ഫസ്റ്റ് പറയുന്ന പ്രിൻസിപ്പിൾ റീപ്ലേസ്മെൻറ്റ് ഓഫ് റൂൾ ഓഫ് തമ്പ്, ദെൻ സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്, ദെൻ കോപ്പറേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെൻറ്റ്, മാക്സിമം ഔട്ട്പുട്ട്, ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇങ്ങനെ 5 പ്രിൻസിപ്പിളായിട്ടാണ് ടൈലർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നതാണ് റീപ്ലേസ്മെൻറ്റ് ഓഫ് റൂൾ ഓഫ് തമ്പ്. Taylor advocated the replacement of rule of thumb with scientific methods. The rule of thumb emphasizes estimation, whereas scientific approach bring precision. Every worker should be properly planned before it is carrying out. അപ്പോൾ റൂൾ ഓഫ് തമ്പ് മെത്തേഡ്, പണ്ടത്തെ റൂൾ ഓഫ് തമ്പ് മെത്തേഡിൽ നിന്ന് കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിൻസിപ്പിളാണ് റീപ്ലേസ്മെൻറ്റ് ഓഫ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എല്ലാ കാര്യം ചെയ്യുമ്പോഴും അതിനൊരു സയൻറ്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് അപ്രോച്ചിലേക്ക് അതിനെ കാണണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വർക്കേഴ്സ് എന്തൊരു കാര്യം നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോഴും മാനേജ്മെൻറ്റ് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം അത് വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരി ഔട്ട് ചെയ്യാൻ എന്നുള്ളതാണ് റീപ്ലേസ്മെൻറ്റ് ഓഫ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാനിങ് ആണ് ഇമ്പോർട്ടൻ്റ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വേയിൽ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ പറയുന്നത് ദ വർക്കേഴ്സ് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ, സോ ദ വർക്കേഴ്സ് ഷുഡ് ബി സയൻറ്റിഫിക്കലി സെലക്റ്റഡ്, പ്ലേസ്ഡ്, ഡെവലപ്ഡ്. മാനേജ്മെൻറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇപ്പോൾ സാധാരണ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യുന്ന സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ് അതെല്ലാം ഈ ഒരു മെത്തേഡിൽ വരുമ്പോഴേക്കും നമ്മൾ പറയുന്നത് സയൻറ്റിഫിക്കലി ചെയ്യണം എന്നാണ്. എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ഫോം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, റൂൾസ് ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് സയൻറ്റിഫിക്കലി നമ്മൾ വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുക, പ്ലേസ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോഴും എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴും ഒരു സയൻറ്റിഫിക് ഫോമിൽ അവർക്ക് കൊടുക്കുക. എല്ലാത്തിനും ഒരു ബേസും അല്ലെങ്കിൽ റൂൾസും പ്രിൻസിപ്പിൾസും ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മളതിനെ പ്ലാൻഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് പ്രിൻസിപ്പിൾ കോപ്പറേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെൻറ്റ്. അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മെൻ്റൽ റെവല്യൂഷൻ അല്ലേ. മെൻ്റൽ റെവല്യൂഷൻ നമ്മൾ പറഞ്ഞത് വർക്കേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ ഒരു കോപ്പറേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. ഏകദേശം ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദർ ഷുഡ് ബി കോപ്പറേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. ബോത്ത് ഷുഡ് ട്രൈ ടു ക്രിയേറ്റ് എ മ്യൂച്വൽ കോൺഫിഡൻസ്, കോപ്പറേഷൻ ആൻഡ് ഗുഡ് വിൽ. This requires change of mental attitudes of workers and management towards each other. അപ്പോൾ മാനേജ്മെൻറ്റും ലേബർ എന്ന് പറയുമ്പോൾ ഡൂവേഴ്സ്, മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തിങ്കേഴ്സ്, അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ രണ്ടുപേരെയും നമ്മൾ ഓരോ രീതിയിൽ തന്നെ കാണണം. മീൻസ് മാനേജ്മെൻറ്റിനും വർക്കേഴ്സിനും തമ്മിൽ സെപ്പറേഷൻ ഇല്ല. രണ്ടുപേരും കോപ്പറേറ്റീവായിട്ട് അവരുടെ ഒരു ചേഞ്ച്, അവരുടെ മൈൻഡിലുള്ള ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ഓൾഡ് ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് രണ്ട് ടീമും കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. The next ആണ് maximum output. The management and workers should try to achieve maximum output in place of restricted output. This will be beneficial to both the parties. Maximum output will also be in the interest of society. അപ്പോൾ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. ഒരു ദിവസം 100 പ്രൊഡക്ഷൻ ആണ് അല്ലെങ്കിൽ 100 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു സ്റ്റാൻഡേർഡിൽ എത്തിക്കാൻ മാത്രമേ ചിലപ്പോൾ വർക്കേഴ്സ് ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ആ ഒരു റെസ്ട്രിക്ഷൻ അവിടെ വരുന്നത് കൊണ്ട് ആ ഒരു സ്റ്റാൻഡേർഡ് അത് വെച്ചിട്ടായിരിക്കും അവിടെ വർക്കേഴ്സ് പെർഫോം ചെയ്യുക. അപ്പോൾ അതല്ല നമ്മൾ നോക്കേണ്ടത്, മാക്സിമം ഔട്ട്പുട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ വർക്കേഴ്സിനും ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും. ദെൻ സൊസൈറ്റിക്ക് കൂടി ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും. എങ്ങനെയാണ്, നമ്മളൊരു ദിവസം ഇപ്പോൾ 100 യൂണിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു റെസ്ട്രിക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മിനിമം ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് പറയാം. മാക്സിമം ലിമിറ്റ് നമ്മൾ കൊടുക്കരുത്. ഓക്കെ, മാക്സിമം ലിമിറ്റ് കൊടുക്കാതിരിക്കുമ്പോൾ അവർ മിനിമം അത്രയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം, മാക്സിമം ലിമിറ്റ് എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ ആ ഒരു ലെവലിൽ അവർ പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോഴേക്കും ഇപ്പോൾ ഒരു 100 യൂണിറ്റ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്തിരുന്ന അടുത്തുനിന്ന് നമുക്ക് ആ ഒരു സെയിം ഡേയിൽ തന്നെ ഒരു 200 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം എനർജി, സെയിം എന്താണ് റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ സെയിം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഓർ റിസോഴ്സസോ എന്താണ് അതിന് യൂസ് ചെയ്യുന്നത്, ആ സെയിം കാര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഒരു 100 യൂണിറ്റ്സ് കൂടി ഇൻക്രീസ്ഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവിടെ ഓരോ യൂണിറ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ കോസ്റ്റ് കുറഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾക്ക് ആ പ്രൊഡക്റ്റ് ചീപ്പസ്റ്റ് ആയിട്ട് കുറച്ചുകൂടിയും കോസ്റ്റ് കുറച്ച് അല്ലെങ്കിൽ പ്രൈസ് കുറച്ച് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. ദെൻ അതിലൂടെ അവർക്ക് കുറച്ചുകൂടി ചീപ്പസ്റ്റ് ആയിട്ട് അവർക്ക് എന്താണ് വർത്തായിട്ട് അവരുടെ മണിക്ക് വാല്യൂ ഉള്ള രീതിയിൽ നമ്മൾക്ക് അവർക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സൊസൈറ്റിക്ക് കൂടി അത് ബെനിഫിഷ്യൽ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. There must be equal division of responsibility and work between the managers and the workers. The management should be responsible for planning and organizing the work. The workers should be responsible for execution of the work as per the instructions of management. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനേജ്മെൻറ്റും വർക്കേഴ്സും അവർക്ക് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് ഈക്വൽ ആയിരിക്കണം. മാനേജ്മെൻറ്റ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ടാസ്ക്കാണ് ചെയ്യുന്നത്. അവർക്ക് കൊടുക്കുന്ന അതേ റെസ്പോൺസിബിലിറ്റി തന്നെയായിരിക്കണം വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന വർക്കേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്യേണ്ടത് ഈക്വലായിട്ടാണ്. വർക്കേഴ്സിന് സെപ്പറേഷൻ ഇല്ല, അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് അവർ ചെയ്യുന്ന വർക്കിന് മാത്രമേ അവിടെ ഡിഫറൻസ് ഉള്ളൂ. അവർക്ക് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസിൽ ചേഞ്ചസ് ഒന്നും വരരുത് എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ടൈലറിൻ്റെ മെയിനായിട്ട് വരുന്ന പ്രിൻസിപ്പിൾസാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. Thank you.